നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നും PPCC 105 ആണ്. പ്രധാനമായും സൈക്കോളജിക്കൽ റിസർച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സൈക്കോളജിക്കൽ റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ വെറും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഈ ഒരു ചാപ്റ്ററിനെയോ അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയലിനെ നമ്മൾ അപ്രോച്ച് ചെയ്താൽ പോരാ. കാരണം നമ്മൾ എന്തായാലും നിങ്ങളുടെ ലാസ്റ്റ് ഇയർ ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ടാവും, ഡെസർട്ടേഷൻ ചെയ്യാനുണ്ടാവും. ഇനി അത് മാത്രം, ഇത് ഇഗ്നോന്റെ കേസിൽ മാത്രമല്ല, ഏത് യൂണിവേഴ്സിറ്റി പോകുകയാണെന്നുണ്ടെങ്കിലും സൈക്കോളജി എന്ന് പറയുന്ന നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാണ് എങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡെസർട്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും ഏത് കോളേജിലാണെങ്കിലും അത് തീർച്ചയായും സബ്മിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഇഗ്നോന്റെ ഡിഗ്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് നന്നായി പെർഫോം ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതൊന്നും മാറ്റിവെച്ച് സൈക്കോളജിക്കൽ റിസർച്ചിന് എത്രത്തോളം അപ്ലിക്കേഷൻ ലെവലിൽ, എത്രത്തോളം പ്രാക്ടിക്കൽ ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുക. പ്രധാനമായും അതാണ് പ്രധാനമായും പറയാനുള്ളത്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വൈ വി റിസർച്ച്, എന്തിനാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്? നമ്മൾ ഏത് സോഷ്യൽ സയൻസ് വിഷയം ആണെന്നുണ്ടെങ്കിലും, സോഷ്യൽ സയൻസ് മാത്രമല്ല, റിസർച്ചിന് സ്കോപ്പുള്ള ഏത് ഡിസിപ്ലിൻ ആണെങ്കിലും, സോഷ്യൽ സയൻസ് ആയിക്കോട്ടെ, സയൻസ്, പോപ്പുലർ സയൻസിലെ ഏത് വിഷയങ്ങളായിക്കോട്ടെ, നാച്ചുറൽ സയൻസ് ആണെങ്കിലും എന്താണെങ്കിലും, എവിടെയാണെങ്കിലും റിസർച്ചിനുള്ള സാധ്യതകൾ എല്ലാ സമയത്തും എല്ലാ കാലഘട്ടത്തും അത് കൂടിക്കൊണ്ടേയിരിക്കും. കാലം മാറുന്നതനുസരിച്ച് കൊണ്ട് ആ ഒരു ഡിസിപ്ലിൻ എന്തായാലും എക്സ്പാൻഡ് ചെയ്യണം, അതിനുള്ള ഡെവലപ്മെന്റ് സംഭവിക്കണം. ഒരു ഡിസിപ്ലിൻ എങ്ങനെയാണ് വളരുക എന്ന് ചോദിച്ചാൽ അത് റിസർച്ചിലൂടെയാണ്. നമ്മൾ ഏത് സംഭവം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും, സൈക്കോളജി നമുക്കറിയാം, അതിൻ്റെ ഒരു ഇനീഷ്യൽ പീരീഡിൽ അതുണ്ടായിരുന്നത് ഒരു ഫിലോസഫി ആയിരുന്നു, പിന്നെ ഒരു ഫിലോസഫി ടച്ച് ഉള്ളതായിരുന്നു. പിന്നീട് സയന്റിഫിക് റിസർച്ചുകൾ വളർന്നപ്പോഴാണ്, ഡിസിപ്ലിനുകൾ കൂടിയപ്പോഴാണ്, ഡിപ്പാർട്ട്മെന്റ് കൂടിയപ്പോഴാണ്, ലാബോറട്ടറികൾ, എക്സ്പെരിമെന്റൽ കൂടിയപ്പോഴാണ് സൈക്കോളജി എന്ന് പറയുന്ന ഡിസിപ്ലിന് തന്നെ, അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന് തന്നെ വലിയ രീതിയിലുള്ള എക്സ്പാൻഷനും ഡെവലപ്മെന്റ് ഉണ്ടായത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഏതൊരു ഫീൽഡിനും നിലനിൽപ്പിന് അത്യാവശ്യമായതാണ് നമ്മൾ റിസർച്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ കൂടെ എല്ലാവരും ഈ ഒരു മെറ്റീരിയൽ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യമായിട്ട് ഈ യൂണിറ്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡെഫിനിഷൻ ആൻഡ് ഗോൾസ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച്. ഇതിന്റെ പ്രധാനപ്പെട്ട കോണ്ടന്റുകൾ, ഒന്ന് ഡെഫിനിഷൻ നമ്മൾ പറയും, പിന്നെ ഇതിന്റെ ഗോള് പറയും, റിസർച്ചിന്റെ ഡെഫിനിഷൻ പറയും, ഗോള് പറയും, പ്രിൻസിപ്പൽ ഓഫ് സൈക്കോളജിക്കൽ റിസർച്ചിനെ കുറിച്ച് സംസാരിക്കും, സ്റ്റെപ്സ് ഇൻ ദ റിസർച്ച് പ്രോസസ് എങ്ങനെയാണ് ചെയ്യുക, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുകളെ കുറിച്ച് നമ്മൾ പറയും, എത്തിക്കൽ ഇഷ്യൂസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഏതൊരു സൈക്കോളജിക്കൽ റിസർച്ച് ആണെന്നുണ്ടെങ്കിലും എത്തിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് മനുഷ്യരോടാണ്. മനുഷ്യരെ കുറിച്ച് പഠിക്കാൻ കഴിയാത്തതായ സംഭവങ്ങൾ നമ്മൾ മൃഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കും. പക്ഷെ മൃഗങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും നമ്മൾ ഈ എത്തിക്സ് ഫോളോ ചെയ്യാതെ നമ്മൾ ഈ റിസർച്ച് ചെയ്യാൻ പാടില്ല. അതിനെക്കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്സുകളെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം നമുക്ക് ഏത് സംഭവങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സാമ്പിൾ എടുത്തിട്ടേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഭാഗങ്ങൾ എടുത്തിട്ടേ ചെയ്യുള്ളൂ. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റേണൽ വാലിഡിറ്റി, അല്ലെങ്കിൽ എത്രത്തോളം ജനറലൈസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഇൻഡക്റ്റീവ് ആൻഡ് ഡിഡക്റ്റീവ് ആണ് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും റിസർച്ചിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് കൺട്രോൾഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ എയിംഡ് അറ്റ് ഗെയിനിങ് നോളജ് ആൻഡ് ഡെവലപ്പിംഗ് തിയറീസ്. തിയറി ഡെവലപ്പ് ചെയ്യണം, നോളജ് ഗെയിൻ ചെയ്യണം എന്ന ലക്ഷ്യത്തോടുകൂടെ നമ്മൾ ചെയ്യുന്ന സിസ്റ്റമാറ്റിക്, കൺട്രോൾഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനെയാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിരിക്കണം. നമുക്ക് തോന്നിയതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ GPT ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ റിസർച്ച് ചെയ്താൽ പോരാ. അതിനൊരു സിസ്റ്റമാറ്റിക് പ്രോസസ് ഉണ്ട്, അത് കൃത്യമായി ഫോളോ ചെയ്തിരിക്കണം. ഒന്നാമത് കൺട്രോൾഡ് ആയിരിക്കണം. നമ്മൾ എന്തൊക്കെയോ വെച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾസ്, കൺസ്ട്രക്ട്സ്, അതെല്ലാം നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്, അതൊക്കെ കൺട്രോൾഡ് ആയിരിക്കണം. മറ്റൊന്ന് ഒബ്ജക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കണം, സബ്ജക്റ്റീവ് ആവരുത്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ അതൊരു വ്യാപകമായിട്ട് ജനറൽ ആയിട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ പറ്റുന്ന രൂപത്തിലായിരിക്കണം. സബ്ജക്റ്റീവ് ആവരുത്. നമ്മൾ ഈ
ചക്കട്ടപ്പം മുയൽ കിട്ടി എന്ന് പറയുന്ന പോലത്തെ സംഭവം. അതായത് ഒരാള് ചെയ്യുന്നത് കൊണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ ഒരു റിസർച്ച് ചെയ്ത് അതിനൊരു ആൻസർ കിട്ടി എന്ന് വെച്ചിട്ട് എല്ലായിടത്തും അത് ആയിക്കൊള്ളണമെന്നില്ല, പ്രായോഗികം ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പറ്റണം. ഇവിടെ നമുക്കൊരു ആൻസർ കിട്ടിയാൽ വേറൊരാള് വേറൊരു സമയത്ത് വേറൊരു കാലഘട്ടത്തിൽ ചെയ്ത് നോക്കുമ്പോൾ അതേ ആൻസർ തന്നെ കിട്ടണം. അപ്പോഴാണ് ഒബ്ജക്റ്റീവ് ആവുക. അല്ലെങ്കിൽ റിസർച്ച് വെറും സബ്ജക്റ്റീവ് ആയിരിക്കും, ഓരോരുത്തർക്കും ഓരോ ആളിൽ വെച്ചത് മാറിപ്പോകും. അങ്ങനെ ആവരുത്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. കെർലിംഗർ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്താന്ന് വെച്ചാൽ ഇറ്റ് ഇൻവോൾവ്സ് ക്രിട്ടിക്കൽ എൻക്വയറി ഗൈഡഡ് ബൈ തിയറി ആൻഡ് ഹൈപ്പോത്തിസിസ്. ഹൈപ്പോത്തിസിസ്, തിയറി, അതൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഹൈപ്പോത്തിസിസ്, എന്താണ് തിയറീസ് എന്നൊക്കെ. അതുകൾ തിയറീസും ഹൈപ്പോത്തിസിസും ഒക്കെ ഗൈഡ് ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ എൻക്വയറി ആണ് റിസർച്ച് എന്ന് പറയുന്നത്. ഒന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞ ഡെഫിനിഷനിലെ ഫീച്ചേഴ്സ് എന്താന്ന് വെച്ചാൽ, ഒന്ന് അത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം, അതായത് സയന്റിഫിക് സ്റ്റെപ്പുകളെ ഫോളോ ചെയ്യണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം, റിസർച്ചർ ബയാസസ് ഉണ്ടാവാൻ പാടില്ല. റിസർച്ച് ചെയ്യുന്ന ആള് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ബയാസ് ആയി പോവുക. അതായത് ഇപ്പൊ ഒരു കമ്മ്യൂണിസ്റ്റ് ആയ ആള് റിസർച്ച് ചെയ്യാണ്, കമ്മ്യൂണിസ്റ്റ് ആയ ആള് കമ്മ്യൂണിസ്റ്റ് തിയറികളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് അയാൾ ഒന്നുകൂടി കമ്മ്യൂണിസത്തോട് സപ്പോർട്ട് ചെയ്യുന്ന ആർഗ്യുമെന്റ്സും എവിഡൻസും ഒക്കെ ആയിരിക്കും അവർ കൊണ്ടുവരിക. അപ്പൊ അത്തരം റിസർച്ചർ ബയാസ് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. പ്രോബ്ലം സോൾവിങ് ആക്കണം, ഫോക്കസ് ഓൺ സ്പെസിഫിക് ഇഷ്യൂസ് ആയിരിക്കണം. നമ്മളിപ്പോൾ അഡൾട്ട്സിലെ സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ അതൊന്നും കൂടി സ്പെസിഫിക് ആക്കണം. ഏത് സോഷ്യൽ മീഡിയ ആണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്, അഡൾട്ട്സിലെ തന്നെ, അല്ലെങ്കിൽ അഡോളസൻസ് ആണോ അഡൾട്ട്സ് ആണോ എന്ന് കൃത്യമായി സ്പെസിഫൈ ചെയ്യണം. ഏത് സ്ഥലങ്ങളിലുള്ള ആളുകളാണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. കാരണം പല നാടിലുള്ള ആളുകളും പല രീതിയിലായിരിക്കും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതും. അപ്പൊ നമ്മൾ ഏത് ആളുകളിലാണ് നമ്മൾ ഈ റിസർച്ച് ചെയ്യുന്നത് എന്നുള്ള സംഭവം നമ്മൾ സ്പെസിഫിക് ആക്കണം. മറ്റൊന്ന് തിയറി ബിൽഡിംഗ് പ്രോസസ് ആയിരിക്കണം. ഇത് വെറുതെ എന്തിനോ വേണ്ടി ലക്ഷ്യമില്ലാതെ ചെയ്യരുത്. അതൊരു സൈക്കോളജിയിൽ ഒരു തിയറി ഉണ്ടാക്കാൻ മാത്രം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കണം. മറ്റൊന്ന് സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ഗോൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഡിസ്ക്രിപ്ഷൻ, എക്സ്പ്ലനേഷൻ, പ്രഡിക്ഷൻ, കൺട്രോൾ ആൻഡ് ആപ്ലിക്കേഷൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഒബ്സർവിങ് ആൻഡ് ഡിസ്ക്രൈബിങ് ബിഹേവിയർ സിസ്റ്റമാറ്റിക്കലി. ഒന്ന് നമ്മൾ സൈക്കോളജിക്കൽ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. എവിടെയാണ് ഇപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഏത് റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന സംഭവങ്ങളൊക്കെ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, ഡിസ്ക്രൈബ് ചെയ്യണം. ഇങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ നമ്മൾ കാണുന്നത് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവണം. ആ ഡിസ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ റിസർച്ച് ചെയ്യുന്നത്. മറ്റൊന്ന് എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡിങ് കോസസ് ബിഹൈൻഡ് ബിഹേവിയേഴ്സ്. ഇപ്പൊ നമ്മളൊരു ബിഹേവിയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അഡോൾട്ട്സിലെ സോഷ്യൽ മീഡിയ ഇമ്പാക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. വൈ ദേ ബിഹേവ് ദ വേ ദേ ബിഹേവ്, എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് എന്നത് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം. അത് ഈ സൈക്കോളജിക്കൽ റിസർച്ചിന്റെ ഒരു ഗോളാണ്. മറ്റൊന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഫോർസീയിങ് ഫ്യൂച്ചർ ബിഹേവിയേഴ്സ് ബേസ്ഡ് ഓൺ ഫൈൻഡിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയണം. ഇപ്പൊ ഈ കാലഘട്ടത്തെ അഡൾട്ട്സ് ആണ് ഈ പ്രശ്നമെങ്കിൽ ഇനി ഈ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് ആർക്കാണ് എന്ന് പറയുന്നുള്ള നമുക്കൊരു പ്രഡിക്ഷനും കൂടെ കൊടുക്കാൻ കഴിയും. ഇതിന്റെ പോക്ക് ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ഏരിയകളിലൊക്കെ ഈ പ്രശ്നങ്ങൾ വരാൻ സാധ്യത നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയണം. മറ്റൊന്ന് കൺട്രോൾ ആയിരിക്കണം, മോഡിഫൈങ് ബിഹേവിയേഴ്സ് ത്രൂ ഇന്റർവെൻഷൻ. നമുക്ക് ഇന്റർവെൻഷൻ ചെയ്തുകൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയിരിക്കണം. നമ്മൾ ലബോറട്ടറിയിൽ റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു വിഭാഗത്തെ നമ്മൾ മാറ്റി നിർത്തും, ഒരു കൺട്രോൾ ഗ്രൂപ്പ് എന്നുള്ള പേരിൽ. മറ്റൊരു വിഭാഗത്തെയായിരിക്കും നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്നത്. അതാണ് ഒന്ന് കൺട്രോൾ ഗ്രൂപ്പും ഒന്ന് എക്സ്പെരിമെന്റ് ഗ്രൂപ്പും. അപ്പൊ നമുക്ക് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റണം. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്യാൻ പാടില്ല. മറ്റൊന്ന് ആപ്ലിക്കേഷൻ ആണ്, യൂസിങ് റിസൾട്ട്സ് ഫോർ സോൾവിങ് റിയൽ വേൾഡ് പ്രോബ്ലംസ്. ഇതൊക്കെ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിരിക്കണം, അപ്ലിക്കേഷൻ ലെവലിലേക്ക് കൊണ്ടുവരണം. നമ്മൾ കുറേ തിയറി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. സോഷ്യൽ ഇഷ്യൂസിന് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ റിസർച്ച് ആണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അത് സോഷ്യൽ കാര്യങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം റിസർച്ച് ഉണ്ടായിരിക്കേണ്ടത്. ഇനി പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൈക്കോളജിക്കൽ റിസർച്ച് ആണ്. ഒന്നാമത് സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ ആയിരിക്കണം. സിസ്റ്റമാറ്റിക് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു കൃത്യമായിട്ടുള്ള സയന്റിഫിക് പ്രോസസ്സുകളെ, സ്റ്റെപ്പുകളെ അത് ഫോളോ ചെയ്തിരിക്കണം. ലോജിക്കൽ ആയിരിക്കണം. ഇല്ലോജിക്കൽ ആയിട്ടുള്ള വിഷയങ്ങൾ, ഏതെങ്കിലും ജാതകത്തെ കുറിച്ചോ അല്ലെങ്കിൽ സ്റ്റാർ വീഴുന്നുണ്ട്, ഇവിടെ ഒരാള്
ഇതാക്കുന്നതുകൊണ്ട് അവിടെ സ്റ്റാർ ഉണ്ട്, ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ലോജിക്കൽ വിഷയം മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നു. ഇല്ലോജിക്കൽ ആയിട്ടുള്ള രീതിയിലുള്ള സൈക്കോളജിക്കൽ റിസർച്ച് ആവാൻ പാടില്ല. മറ്റൊന്ന് എംപിരിക്കൽ ആൻഡ് റെപ്ലിക്കബിൾ ആയിരിക്കണം. എംപിരിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്സർവബിൾ ആയിരിക്കണം, എവിഡൻസ് ബേസ്ഡ് ആയിരിക്കണം, നമുക്ക് കാണാനോ കേൾക്കാനോ തൊടാനോ ഒക്കെ പറ്റുന്ന രീതിയിലായിരിക്കണം എംപിരിക്കൽ എന്ന് പറയുമ്പോൾ. എംപിരിക്കൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം. ആൻഡ് റെപ്ലിക്കബിൾ എന്ന് പറയുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെയുള്ള ആവശ്യം ഉണ്ടാകുന്നത്. അതായത് ഒരാള് ഇപ്പോൾ റിസർച്ച് ചെയ്ത് നോക്കി, ഒരാളിപ്പോൾ ഈ വിഷയത്തെ കുറിച്ച് പഠിക്കണം, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇഷ്യൂസ് എങ്ങനെയാണ് അഡൾട്ട്സിന്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ യൂസേജ് എങ്ങനെയാണ് അഡൾട്ട്സിന്റെ സൈക്കോളജിക്കൽ മെന്റൽ ഹെൽത്തിനെ ഇമ്പാക്ട് ചെയ്യുന്നത് ഇന്ന ഏരിയയിലെ അഡോളസൻസ്. അപ്പൊ അവരെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ അതിനെക്കുറിച്ച് പഠിച്ചു, എന്നിട്ട് വേറെ ഒരാൾ വന്ന് അതേ വിഷയത്തെ തന്നെ ഇയാളും അതേ രീതിയിൽ തന്നെ പഠിച്ചു. അപ്പൊ അവർ രണ്ടുപേർക്കും കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ ഒരു സമയത്ത് അതേപോലത്തെ റിസർച്ച് ചെയ്തു കഴിഞ്ഞു, പിന്നെ വേറെ ആൾ വേറെ സമയത്ത് ചെയ്തു നോക്കി, അപ്പോഴും അവർക്ക് കിട്ടേണ്ടത് ഈ കാലഘട്ടം എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു വേരിയബിളിനെ മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ അവർക്ക് കിട്ടേണ്ട റിസൾട്ട് ഒന്നായിരിക്കണം. അപ്പോഴാണ് ഇത് റെപ്ലിക്കബിൾ ആവുള്ളൂ. ഒരാൾക്ക് ഒരു ഇത് കിട്ടി, ഒരു ഉത്തരം കിട്ടി, വേറെ ആൾക്ക് മറ്റേത് കിട്ടി, അല്ലെങ്കിൽ ഒരിക്കൽ ചെയ്തു നോക്കുമ്പോൾ ഒരു രീതിയിലുള്ള ഉത്തരം കിട്ടി, പിന്നെ ചെയ്തു നോക്കുമ്പോൾ ആ ഉത്തരമല്ല കിട്ടുന്നത്, വേറെ എന്തൊക്കെയോ കിട്ടുന്നത്, പിന്നെ ചെയ്ത് നോക്കുമ്പോൾ ഇത് രണ്ടും അല്ല വേറെ എന്തൊക്കെയോ കിട്ടും. അങ്ങനെ ആവാൻ പാടില്ല. റെപ്ലിക്കബിൾ പറയുമ്പോൾ ഒരിക്കൽ കിട്ടിയത് ആൻസർ തന്നെ പിന്നെയും നമ്മൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ കിട്ടിയിരിക്കണം. അതിനാണ് റെപ്ലിക്കബിൾ എന്ന് പറയുന്നത്. റെപ്ലിക്കബിലിറ്റി ഉണ്ടായിരിക്കണം സൈക്കോളജിക്കൽ റിസർച്ച്. പിന്നെ ബേസ്ഡ് ഓൺ ക്ലിയർ ഒബ്ജക്റ്റീവ്സ്, നമ്മളെ ലക്ഷ്യം എന്താണ്, നമ്മൾ റിസർച്ച് ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റീവിന് ഭയങ്കര ക്ലാരിറ്റി ഉണ്ടാവണം. നമ്മുടെ ഒബ്ജക്റ്റീവിന് നമ്മൾ ക്ലാരിറ്റി ഇല്ലാതെ നമ്മുടെ റിസർച്ച്, നമ്മൾ ലാസ്റ്റ് ഇയർ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് പോലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എന്താണോ ഒബ്ജക്റ്റീവ് ചെയ്യുന്നത്, എന്താണ് ലക്ഷ്യം വെക്കുന്നത്, അതിന് നമുക്കൊരു കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി വേണം. പിന്നെ യൂസസ് അപ്രോപ്രിയേറ്റ് ടൂൾസ് ഫോർ ഡാറ്റ കളക്ഷൻ ആൻഡ് അനാലിസിസ്. പിന്നെ എന്തായിരിക്കണം, കൃത്യമായിട്ടുള്ള ടൂൾസ് ഉപയോഗിക്കണം ഡാറ്റ കളക്ഷൻ ചെയ്യാൻ വേണ്ടി. എല്ലാത്തിനും അതിൻ്റെതായ സ്കെയിൽ ഉണ്ട്. ഇപ്പൊ സെൽഫ് എസ്റ്റീമിനാണെങ്കിൽ റോസൻബർഗിന്റെ സ്കെയിൽ ഉണ്ട്. പിന്നെ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റിനാണെന്നുണ്ടെങ്കിൽ വേറൊരാളുടെ സ്കെയിൽ. അങ്ങനെ എല്ലാവർക്കും ഒരു സ്റ്റാൻഡേർഡ് എന്ത് അളക്കാനാണെങ്കിലും ഏത് സൈക്കോളജിക്കൽ വേരിയബിൾസിനെ നമ്മൾ പഠിക്കുകയാണ്, സെൽഫ് എസ്റ്റീം ആയിക്കോട്ടെ, സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിയർ പ്രഷർ ആയിക്കോട്ടെ, അങ്ങനെ ഏത് സൈക്കോളജിക്കൽ റിസർച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഒരു സ്കെയിൽ, ഒരു സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള സ്കെയിൽ ഓൾറെഡി ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം, ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. നമ്മളേതായിട്ടുള്ള ഒരു രീതിയിൽ അയാൾക്ക് സെൽഫ് എസ്റ്റീം കുറവാണ്, അയാൾക്ക് സെൽഫ് എസ്റ്റീം കൂടുതലാണ് നമുക്ക് പറയാൻ കഴിയില്ല. അത് ഏത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്ത് നോക്കിയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡൈസ് ആയിട്ടുള്ള ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തതിനെ മാത്രമേ അംഗീകരിക്കുള്ളൂ. മറ്റൊന്ന് സ്റ്റെപ്സ് ഇൻ ദ റിസർച്ച് പ്രോസസ്. റിസർച്ച് പ്രോസസ്സിലുള്ള സ്റ്റെപ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്ന് ഡെവലപ്പ് റിസർച്ച് ഐഡിയ. ഒന്നാമത് നമുക്ക് ഐഡിയ വേണം ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഓർ ലിറ്ററേച്ചർ റിവ്യൂ. നമ്മൾ എന്ത് ചെയ്യണം, ഒരുപാട് വായിച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വിഷയം കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒരു റിസർച്ച് ഐഡിയ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇവിടെ ഒരു റിസർച്ചിന് സ്കോപ്പ് ഉണ്ട് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ. അതായത് എല്ലാം നമ്മൾ എടുത്ത് നോക്കി. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിലുള്ള നേഴ്സിന്റെ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ പിയർ പ്രഷറിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് നമ്മൾ വായിച്ചത് എങ്കിൽ നമ്മൾ ചിന്തിക്കണം, കേരളത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു പഠനങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, അപ്പൊ അതിനെക്കുറിച്ച് പഠിച്ചാലോ എന്ന് ചിന്തിക്കുകയാണ്. അതാണ് റിസർച്ച് ഐഡിയ. അത് നമ്മൾ ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കണം. രണ്ടാമത്തെ പോയിന്റ് ആണ് സ്റ്റേറ്റ് പ്രോബ്ലം ആൻഡ് ഹൈപ്പോത്തിസിസ്. നമ്മളൊന്ന് ആ പ്രോബ്ലത്തെ തന്നെ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് മോഡലിലേക്ക് കൊണ്ടുവരണം. അതിനാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയാം. അതൊരു സ്റ്റേറ്റ്മെന്റ് മോഡലിലേക്ക് കൊണ്ടുവരും. എങ്ങനെ ക്ലിയർ ഡിഫൈൻ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് റിസർച്ച് ചെയ്യുന്നത്, അതിനെ നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഡെഫിനേഷൻ കൊടുക്കുക. അപ്പോൾ കേരളത്തിലുള്ള നേഴ്സ് അവരുടെ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് സെൽഫ് എസ്റ്റീം എന്നതിനെ കുറിച്ച് കേരളത്തിലുള്ള നേഴ്സ് അവർ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് സെൽഫ് എസ്റ്റീമും കൂടിയവരാണ് എന്ന് പറയുന്നതാണ് ഹൈപ്പോത്തിസിസ്. അപ്പൊ അത് തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് അറിയിക്കാം. ഓക്കെ, എന്നിട്ട് പറയാണ് മൂന്നാമത്തതാണ് സെലക്ട് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്യാം. ചൂസ് എ സൂറ്റബിൾ സ്ട്രക്ചർ ഓഫ് ദ സ്റ്റഡി. എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യാന്ന് പറയുന്ന ഒരു കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. ഒന്നെങ്കിൽ ചിലപ്പോൾ ക്വാളിറ്റേറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും.
അപ്പോൾ ചിലത് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി പഠിക്കാൻ കഴിയുള്ളൂ. ക്വാണ്ടിറ്റേറ്റീവ്ലി പറയുമ്പോൾ ന്യൂമറിക്കൽ ആയിട്ട് നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാൻ കഴിയുന്നത് ക്വാണ്ടിറ്റേറ്റീവ്ലി എന്ന് പറയാം. ക്വാളിറ്റേറ്റീവ്ലി എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് അല്ലാതെ നമ്മൾ ക്വാളിറ്റി ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാം. അത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്മൾ ഏത് ചെയ്യണം? ഇപ്പൊ സെൽഫ് എസ്റ്റീം സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മൾ പഠിക്കണതെങ്കിൽ ഏതാ നല്ലത്? ക്വാളിറ്റേറ്റീവ് ആണോ ക്വാണ്ടിറ്റേറ്റീവ് ആണോ? ചിലപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിരിക്കും നല്ലത്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവിൽ തന്നെ അപ്പൊ നമ്മൾ ആ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യാം. ഇനി അതുമല്ല മിക്സ്ഡ് മെത്തേഡ് അപ്രോച്ച് ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ്ലി നമ്മൾ അനലൈസ് ചെയ്യും, ക്വാളിറ്റേറ്റീവ്ലി അനലൈസ് ചെയ്യും. അത് അങ്ങനെയും ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് ഡാറ്റ കളക്ഷൻ ആണ്. നമ്മൾ സ്യൂറ്റബിൾ ആയിട്ടുള്ള റിസർച്ച് സ്ട്രക്ചർ തിരഞ്ഞെടുത്തു, റിസർച്ച് ഡിസൈൻ തിരഞ്ഞെടുത്തു. അതിന് ശേഷം ചെയ്യേണ്ടത് ഡാറ്റ കളക്ഷൻ ചെയ്യേണ്ടത്. ഇപ്പൊ നേഴ്സിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എത്ര നേഴ്സുമാരുണ്ട്, എല്ലാ ജില്ലകളിലും നമ്മൾ ഓരോന്നെടുക്കണം. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ എങ്ങനെയാണ് സാമ്പിളിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. പ്രോബാബിലിറ്റി സാമ്പിളിങ് എങ്ങനെയാണ്, നോൺ പ്രോബാബിലിറ്റി സാമ്പിളിങ് എങ്ങനെയാണ്. ചിലപ്പോൾ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും, കേരളത്തിന് ഇപ്പൊ മലബാർ ഏരിയ എന്ന് മാത്രം ഇറങ്ങി അങ്ങനെ മാത്രം ഒരു പഠനമാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം കേരളം മൊത്തത്തിലാണ് പഠിക്കുന്നതെങ്കിൽ മലബാറിലുള്ള നേഴ്സിനെ മാത്രം എടുക്കാം. അതുകൊണ്ട് കാര്യമില്ല, എല്ലാ ജില്ലകളിൽ നിന്നും. അപ്പോഴാണ് നമുക്ക് ആ ഒരു സോഷ്യൽ ഫാക്ടേഴ്സ് ഒക്കെ കൂടിക്കൊണ്ടിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ജില്ലകളും 14 ജില്ലകളിൽ നിന്നുള്ള നേഴ്സുമാരെ എടുത്തു. നമ്മൾ കുറച്ചൊന്നും എടുത്താൽ പോരാ, ഒരുപാട് എടുക്കേണ്ടി വരും. ചിലപ്പോൾ 300 അല്ലെങ്കിൽ 300-400 വരുന്ന നേഴ്സുമാര് വ്യത്യസ്ത ജില്ലകളിൽ നിന്ന്, വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, വ്യത്യസ്ത റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അങ്ങനെ ഭയങ്കര ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഇതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ഡാറ്റ കളക്ഷൻ ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ആ സാമ്പിളിങ്ങിന്റെ അവിടെ പറയുന്നുണ്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ സർവേ രീതിയിലായിരിക്കും, ചിലപ്പോൾ പ്രൊബാബിലിറ്റി ആയിരിക്കും, കൺവീനിയന്റ് ആയിരിക്കും, നോൺ പ്രൊബാബിലിറ്റി ആയിരിക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡാറ്റ കളക്ഷൻ നടത്താം. ഏതാണ് സ്യൂട്ടബിൾ നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ചിട്ട് ഇത് ഡാറ്റ കളക്ഷൻ നടത്താം. അതിനുശേഷം ഈ കളക്ട് ചെയ്ത ഡാറ്റ അനലൈസ് ചെയ്യണം. ഒന്നുകിൽ ക്വാളിറ്റേറ്റീവ്ലി ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കിയോടത്തോളം കേരളത്തിലെ സ്ത്രീകൾ അല്ലെ നേഴ്സുമാർ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് കൂടിയവരാണ്. കാരണം അവരിങ്ങനെ ഇന്ന വിഷയങ്ങളിൽ ഇതാക്കുന്നതാണ് നോക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ക്വാളിറ്റേറ്റീവ്ലി അനലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്ലി അനലൈസ് ചെയ്യുന്നു. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അനലൈസ് ചെയ്യണം. അതിനുശേഷം പറയുന്നത് കൺക്ലൂഡ് ആൻഡ് ജനറലൈസ് ചെയ്യാൻ പറ്റണം. കൺക്ലൂഡ് ചെയ്യാം, എന്നിട്ട് അങ്ങനെ പറയണം. കേരളത്തിലെ ഒന്നുകിൽ നമ്മൾ തെളിയിച്ചു അവർക്ക് സെൽഫ് എസ്റ്റീം കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണെന്നുള്ളത് നമ്മൾ തെളിയിച്ചു. എന്നിട്ട് പറയാണ് എൻ്റെ റിസർച്ചിൽ ഇന്ന ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട് എന്ന് പറയണം. അത് കൺക്ലൂഷന്റെ ഒരു ഭാഗമാണ്. ഇന്ന ലിമിറ്റ്, അതൊരു മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ലിമിറ്റേഷൻ പറയാന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ശേഷം വരുന്ന ആള് അവർ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അവർക്കൊരു ഡയറക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയേണ്ടത്. ഫ്യൂച്ചർ ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ റെക്കമെൻഡേഷൻ കൊടുക്കാൻ പറ്റണം. ഇതിന് എൻ്റെ റിസർച്ചിന് ഇന്ന ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ ഇനി റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഈ പ്രശ്നങ്ങളോട് പരിഹരിച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറയുന്ന രീതി. അത് കൺക്ലൂഷന്റെ ഭാഗമാണ്. എന്നിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം, ഇന്ന നേഴ്സുമാർ കൂടിയവരാണ്, ഇതാണ് എൻ്റെ റിസർച്ചിന്റെ ഫൈൻഡിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം? ജനറലൈസ് ചെയ്യാൻ കഴിയണം. ഇപ്പൊ നമ്മൾ കേരളത്തെ എല്ലാ നേഴ്സുമാരും എടുത്ത് പഠിച്ചിട്ടില്ല, ഉറപ്പല്ലേ? അങ്ങനെ പഠിക്കാൻ കഴിയൂല. അതാണ് കേരളത്തിലെ എല്ലാ നേഴ്സുമാരെന്ന് പറഞ്ഞാലാണ് ഇത് പോപ്പുലേഷനാണ്. അതിൽ നിന്ന് നമ്മൾ സാമ്പിൾ എടുത്തിട്ടേ പഠിക്കുള്ളൂ. നമ്മൾ സാമ്പിൾ മാത്രമേ പഠിക്കുന്നുള്ളൂ. സാമ്പിൾ ഒരു 300 നേഴ്സുമാരെടുത്തു, അപ്പൊ അത് സാമ്പിൾ ആണ്, അതിനെ മാത്രമേ എടുത്ത് പഠിക്കുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഈ 300 ആളുകളുടെ ഇത് കണ്ടെത്തി കഴിഞ്ഞിട്ട് ഇത് എല്ലാവർക്കും വെച്ചു കൊടുക്കാൻ കഴിയണം. ഇതെല്ലാവരുടെയും ഇത് തന്നെയാണ് എന്ന് നമുക്ക് വെച്ചു കൊടുക്കാൻ കഴിയണം. അതിനാണ് ജനറലൈസബിലിറ്റി എന്ന് പറയാം. അതുണ്ടായിരിക്കണം. അടുത്തതായുള്ളത് എത്തിക്കൽ ഇഷ്യൂസ് ഇൻ സൈക്കോളജിക്കൽ റിസർച്ച് ആണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ്സ് ആൻഡ് വെൽബീങ് ഓഫ് പാർട്ടിസിപ്പൻസ്. നമ്മളൊരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് ഒരു 10 ആളുകളെ ക്ഷണിച്ചു, എന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ റൈറ്റിനൊക്കെ ഇതാക്കുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും പാടില്ല. നിങ്ങൾ ഫിലിപ്പ് സിംബാർഡോ എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, ഈ പ്രിസൺ എക്സ്പെരിമെന്റ് ആണോ? ഓക്കെ, പ്രിസൺ എക്സ്പെരിമെന്റിലൊക്കെ അവര് ഭയങ്കരമായിട്ടുള്ള ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്, മനുഷ്യരെ പോലെ അല്ലാത്ത രീതിയിലുള്ള. അതേപോലെ ലിറ്റിൽ ആൽബർട്ട് എക്സ്പെരിമെന്റിലൊക്കെ ആ ചെറിയ കുട്ടീനൊക്കെ വെച്ചിട്ട് ചെറിയ കുട്ടിക്ക് പേടി ഉണ്ടാക്കി കൊടുക്കാണ്. ഒരു മുയലിനെ കാണിച്ചു കൊടുത്തൊരു, ഒരു വെള്ള മുയലിനെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് വലിയൊരു പേടി ഉണ്ടാക്കും.
അപ്പോൾ കുട്ടിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യേണ്ടത്. അല്ലാതെ ആ കുട്ടിക്ക് ഭാവിയിൽ അതൊരു ട്രോമയായി മാറരുത്. ആ രീതിയിലായിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത് അവരുടെ റൈറ്റുകളെ പരിഗണിച്ചുകൊണ്ട് അത് വകവെച്ച് കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ സമ്മതം ഇല്ലാതെ അവരുടെ റിസർച്ച് ചെയ്യാൻ പാടില്ല. അവരുടെ വെൽബീയിങ്ങിനെയും നമ്മൾ ഇതാക്കണം. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വയലൻസിനെ കുറിച്ച് പഠിക്കുകയാണ്, അപ്പോൾ വയലൻസ് കൊടുത്തുകൊണ്ട് പഠിക്കരുത്, അവരെ ഹാം ചെയ്തുകൊണ്ട് പഠിക്കാൻ പാടില്ല. അതൊക്കെ എത്തിക്സിനെതിരെയാണ്. കീ പ്രിൻസിപ്പിൾ. അപ്പോൾ കുറച്ച് പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. ഒരു 6 എന്തൊക്കെയാണ് എത്തിക്സ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒന്ന്, റെസ്പെക്ട് ഫോർ പേഴ്സൺസ്, വോളണ്ടറിലി പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇൻഫോംഡ് കൺസെന്റ്. ആരെയാണോ നമ്മൾ പഠിക്കുന്നത് അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവര് വോളണ്ടറിലി സ്വയം താല്പര്യത്തോടെ തന്നെയാണോ ഈ റിസർച്ചിന് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദ്യം അത് വേണം. പിന്നെ ഇൻഫോംഡ് കൺസെന്റ് വേണം. ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുമ്പോൾ അവരുടെ സമ്മതം വേണം. നമ്മളെ അറിയിച്ചതായിട്ടുള്ള ഒരു സമ്മതം വേണം. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ബെനിഫിഷ്യൻസ് ആയിരിക്കണം. മാക്സിമൈസ് ബെനിഫിറ്റ്, മിനിമം ഹാം. തീരെ ഹാം ചെയ്യാൻ പാടില്ല. ഹാംഫുൾ ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും അത് ഭയങ്കര മിനിമം ക്വാളിറ്റിയിലായിരിക്കും ഉണ്ടാവേണ്ടത്. ഇനി അത് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ള സമ്മതം അവരുടെ നിന്ന് കിട്ടിയിരിക്കണം. പിന്നെ മാക്സിമം ബെനിഫിറ്റ്സ് ആയിരിക്കണം. ഒരു ബെനിഫിറ്റ്സ് കൂടുതൽ ഉണ്ടാവണം. ഹാം ഉണ്ടാവാൻ പാടില്ല. ഹാം ആയിരിക്കരുത് കൂടുതൽ ഉണ്ടാവേണ്ടത്. പിന്നെ ഒന്ന് ജസ്റ്റിസ്, നീതി കാണിക്കണം. ഫെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസർച്ച് റിസ്ക്സ് ആൻഡ് ബെനിഫിറ്റ്സ്. നമ്മളൊരു 100 ആളെ ഇതിനെടുത്തു, അതിൽ 50 ആൾക്ക് ഭയങ്കരമായിട്ടുള്ള റിസ്ക്കും ബാക്കി 50 ആളുകൾക്ക് അത്രത്തോളം റിസ്ക് ഇല്ലാണ്ട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും റിസ്ക് ഒക്കെ ഒരേപോലെ ആയിരിക്കണം. അതായത് ഇപ്പൊ ഞാനാണ് റിസർച്ച് ചെയ്യുന്നത്, ഒരു 100 ആളുകളെ വെച്ച് റിസർച്ച് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് റിസ്ക് കുറവും അവർക്ക് റിസ്ക് കൂടുതലും അങ്ങനെ ആവാൻ പാടില്ല. എൻ്റെ അതേ റിസ്ക് തന്നെയാണ് അവരും ബിയർ ചെയ്യേണ്ടത്. സോ റിസ്ക് ബിയർ ചെയ്യുന്നത് അത് ഷെയർഡ് ആയിരിക്കണം, അത് ഫെയർഫുൾ ആയിരിക്കണം. അതാണ് ജസ്റ്റിസ്. ആ ഒരു നീതി പാലിക്കണം. അതായത് ഡിസെപ്ഷൻ ഷുഡ് ബി അവോയ്ഡഡ് ഓർ ഫോളോഡ് ബൈ ഡീബ്രീഫിംഗ്. ഡിസെപ്ഷൻ പറ്റിക്കാൻ പാടില്ല, ഒരിക്കലും പറ്റിക്കാൻ പാടില്ല, വഞ്ചിക്കരുത്. അതൊരു ഇതിന്റെ ഒരു ഭാഗമാണ്. ഡീബ്രീഫിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിസർച്ച് എന്താണെന്ന് പാർട്ടിസിപ്പൻസിനെ അറിയിച്ചു കൊടുക്കണം. അവർക്കൊരു ബ്രീഫ് ചെയ്ത് കൊടുക്കണം, ഇതാണ് വിഷയം എന്ന് പറയുന്നത്. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി, പ്രൊട്ടക്ട് പാർട്ടിസിപ്പേഷൻ ഡാറ്റ ആൻഡ് ഐഡന്റിറ്റി. ആരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവരുടെ പേരുകളൊന്നും നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. നമ്മൾ റിസർച്ച് ആർട്ടിക്കിളൊക്കെ വായിക്കുന്ന സമയത്ത് തന്നെ ഇന്ന ആളുകളിൽ റിസർച്ച് നടത്തി എന്ന് ചില സമയത്ത് നമ്മൾ പേര് കാണും. അത് മേഡപ്പ് നെയിമാണ്, അത് ശരിക്കുള്ള പേരായിരിക്കില്ല. അപ്പൊ ഫ്രോയിഡ് റിസർച്ച് ചെയ്യുന്ന അവരൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ പേര് വേറെ പേരാണ്. പക്ഷെ ഈ ക്ലിനിക്കൽ ഡയഗ്നോസിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ അടുത്ത് ഒക്കെ പറയാൻ വേണ്ടിയിട്ടും പഠനത്തിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത് മറ്റൊരു പേരാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. നമ്മൾ ഒന്നുകിൽ വേറൊരു പേര് ഉപയോഗിച്ചുകൊണ്ട് ഇതാക്കണം. പക്ഷെ ഒരിക്കലും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള യാതൊരു തരം ഡിസ്ക്ലോസോ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുന്ന പരിപാടിയോ നമ്മുടെ ഉണ്ടാവരുത്. കോൺഫിഡൻഷ്യൽ ആയിരിക്കണം അവരുടെ റിസർച്ച്. മറ്റൊന്ന് ഇൻഫോംഡ് കൺസെന്റ് ആണെന്ന് പറയുമ്പോൾ ക്ലിയർലി ഇൻഫോം പാർട്ടിസിപ്പൻസ് അബൌട്ട് ദ സ്റ്റഡിയെ കുറിച്ച് അവർക്ക് നല്ലോണം പറഞ്ഞു കൊടുത്തിട്ട് അവരുടെ സമ്മതം വാങ്ങണം. എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. നോക്കുക, ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് മെത്തേഡ്സ്. ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ്. മറ്റേ ഇൻഡക്റ്റീവ് എന്ന് പറയുമ്പോൾ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഇതിൽ പറയുന്നുണ്ട് ബാക്കി. ബിഗിൻസ് വിത്ത് തിയറി ആൻഡ് ടെസ്റ്റ്സ് ഇറ്റ്, സ്ട്രക്ചർഡ് ആൻഡ് ടൈം എഫിഷ്യന്റ് ആൻഡ് പ്രിഫേഴ്സ് ലാർജ് സാമ്പിൾസ്. ഇൻഡക്റ്റീവ് മെത്തേഡ് ആകുമ്പോൾ ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. ബിൽഡ്സ് തിയറി ഫ്രം ഒബ്സർവേഷൻസ്, ലെസ് സ്ട്രക്ചർഡ് ആൻഡ് ടൈം കൺസ്യൂമിങ്, പ്രിഫേഴ്സ് സ്മോൾ ഫോക്കസ്ഡ് സാമ്പിൾസ്. അതായത് ആദ്യം നമ്മളൊരു തിയറി ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ തിയറി ബേസ് ചെയ്തുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നു. ഇതാണ് ഡിഡക്റ്റീവ് മെത്തേഡ്സ്. ആദ്യം തിയറി ഉണ്ടാക്കുന്നു, എന്നിട്ട് ഇതനുസരിച്ചുകൊണ്ട് ടെസ്റ്റുകൾ നടത്തുന്നു. അപ്പോൾ ഒരു ടോപ്പ് ഡൗൺ പ്രോസസ്സാണ്. തിയറി ഇവിടെ നിൽക്കുന്നു, പിന്നെ ടെസ്റ്റ് നടത്തുന്നു, ഒരു ടോപ്പ് ഡൗൺ പ്രോസസ്സാണ്. ഇൻഡക്റ്റീവ് മെത്തേഡ് പറയുമ്പോൾ അതൊരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ്. പറയുമ്പോൾ ആദ്യം ഒബ്സർവേഷൻസ് നടത്തുന്നു, എന്നിട്ട് ആ ഒബ്സർവേഷൻ ഒക്കെ കൂടിയിട്ട് ഒരു തിയറി ഉണ്ടാക്കുന്നു. ഇതിനാണ് ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറയാം. അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് പ്രധാനപ്പെട്ട ഗ്ലോസറി. റിസർച്ച് എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക് എംപിരിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ ടെന്റേറ്റീവ് എക്സ്പ്ലനേഷൻ സബ്ജക്ട് ടു ടെസ്റ്റിംഗ്. എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതിന്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ആണ്. ഹൈപ്പോത്തിസിസ് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. പിന്നെ വേരിയബിൾ ആണെന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മെഷർ ചെയ്യുന്നത്, അതാണ് വേരിയബിൾ. കൺസ്ട്രക്ട് എന്ന് പറയുമ്പോൾ
സയന്റിഫിക് സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ ഇതാക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മുടെ ശേഷം പറയുന്നുണ്ട്. ചില സംഭവങ്ങൾക്ക് നമ്മൾ ഓപ്പറേഷണൽ ഡെഫിനിഷൻ കൊടുക്കാൻ കഴിയില്ല. മെഷറബിൾ അല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഇനി മെഷറബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഷയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയാം, പാർസിമോണി എന്നൊക്കെ പറയും. അതിനെ കുറിച്ചാണ് കൺസ്ട്രക്ട് എന്ന് പറയുന്നത്. പിന്നെ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുമ്പോൾ അഗ്രിമെന്റ് ടു പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് എന്നുള്ള അവരുടെ സമ്മതം. അതിനാണ് അഗ്രിമെന്റ് ടു പാർട്ടിസിപ്പേറ്റ് വിത്ത് ഫുൾ അവയർനെസ് ഓഫ് ദ സ്റ്റഡി ആയിരിക്കണം ഇൻഫോംഡ് കൺസെന്റ്. ഡിസെപ്ഷൻ എന്ന് പറയുമ്പോൾ വിത്ത് ഇൻഫർമേഷൻ അബൌട്ട് ദ സ്റ്റഡീസ് പർപ്പസ് വിത്ത് ആയിരിക്കും. അതാണ് കാര്യമായിട്ട് യൂണിറ്റ് 1 നമ്മൾ എന്താണ് ഡെഫിനിഷൻ, എന്താണ് ഗോൾ, എന്താണ് ഒബ്ജക്റ്റീവ്, എന്താണ് നമ്മൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു യൂണിറ്റ് 1 നിന്നും.